എല്ലാവർക്കും നമസ്കാരം. ഈ പച്ചമാങ്ങ വെച്ചിട്ട് നമുക്കൊരു പച്ചമാങ്ങ സോസ് ഉണ്ടാക്കിയാലോ? കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. മാങ്ങേൻ്റെ തോലൊക്കെ നന്നായിട്ട് ചെത്തിക്കളയുക. മാങ്ങയൊക്കെ ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറിലോ അല്ല സാധാരണ പാത്രത്തിലോ ഇട്ടിട്ട് നന്നായിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മല്ലി, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ പട്ട, ഗ്രാമ്പു 2 ചെറിയ കഷ്ണവും പിന്നെ 2 പട്ടയും, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടി മുളക്, ഒരു 3 മുളക്, കാശ്മീരി മുളകാണത്. ഇത് 3 കൂടി ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കും. എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്യുക. നന്നായി വെന്ത മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഡ്രൈ റോസ്റ്റ് ചെയ്ത മസാലകളൊക്കെ ഒന്ന് തരിതരിപ്പായി പൊടിച്ചെടുക്കുക. മാംഗോ പൾപ്പ് ഏകദേശം 1 കപ്പുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പച്ചമാങ്ങ പച്ച കളർ ഇല്ലയെന്നേ ഉള്ളൂ, പക്ഷേ നല്ല പുളിയുള്ള മാങ്ങയാണ്. 1 കപ്പ് മാംഗോ പൾപ്പിന് 1 കപ്പ് തന്നെ ഷുഗർ ചേർക്കുക. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ചൂടാക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. സ്ലോ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് എല്ലാം ചേർന്ന് കിട്ടട്ടെ. മസാലകളൊക്കെ തരിതരിപ്പായി പൊടിച്ചെടുത്തു. പച്ചമാങ്ങ സോസൊക്കെ നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടും ചേർക്കുക. സോസ് ഏകദേശം റെഡിയായി. ഇതിലേക്ക് തരിതരിപ്പായി പൊടിച്ചു വെച്ച മസാലകളൊക്കെ ചേർക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് കേട്ടോ. അങ്ങനെ ടേസ്റ്റിയായ സോസ് റെഡിയായി. സോസ് കണ്ടില്ലേ, നല്ല ടെക്സ്ചറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിന് സോസ് നമുക്ക് വൃത്തിയുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം. ആവശ്യമുള്ളപ്പോൾ കുറച്ചെടുത്താൽ മതി, അധികമൊന്നും എടുക്കണമെന്നില്ല. ഇതൊരു നോർത്ത് ഇന്ത്യൻ സോസാണ്, പച്ചമാങ്ങ സോസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടില്ലേ. ചൂടാറിയതിന് ശേഷം അടച്ചു വയ്ക്കുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസ് റെഡിയായി. നല്ല ഭംഗിയില്ലേ കാണാൻ.